ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ളത് ഷവമി 15ൻ്റെ ക്യാമറ ടെസ്റ്റായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. എൻ്റെ സുഹൃത്താണ് എന്നെ വിളിച്ച് പറയുന്നത് ഷവമിയുടെ ഒരു പുതിയ ഫോൺ വന്നിട്ടുണ്ട്, ക്യാമറയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് അത് ഇറക്കിയിട്ടുള്ളത്, നിങ്ങളൊന്ന് ക്യാമറ ടെസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നത്. ഇത് എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിക്കുന്ന സമയത്താണ് എന്നോട് പറഞ്ഞത് മൈജിയിൽ പോയാൽ പെട്ടെന്ന് കളക്ട് ചെയ്യാം. ഞാൻ പെട്ടെന്ന് തന്നെ മൈജിയിൽ പോയി അത് കളക്ട് ചെയ്തു. ഈ ഒരു ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ ഒരു പ്രീമിയം ഫീലാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഉടനെ തന്നെ അതിൻ്റെ ക്യാമറ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അധികമൊന്നും ചിന്തിക്കാൻ നിന്നില്ല. അന്ന് രാത്രി തന്നെ ഊട്ടിയിലേക്ക് പോയി. ഊട്ടിയിൽ നല്ല തണുപ്പല്ലേ, അവിടുന്ന് നല്ലൊരു കോഫിയൊക്കെ കുടിച്ചു. അപ്പോഴാണ് നല്ലൊരു ഫ്രെയിം കാണുന്നത്. ആ ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല സൺറൈസ് കിട്ടുക എന്നുള്ളതാണ്. അതിന് കൊടനാട് വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന വഴിക്കാണ് കോത്തഗിരിയിൽ നിന്ന് നല്ല ഒരു കാട്ടുപോത്ത് ഞങ്ങളുടെ വണ്ടിയുടെ മുൻപിൽ വരുന്നത്. അങ്ങനെ ഞാൻ ഫോണെടുത്ത് അതിൻ്റെ വീഡിയോ പകർത്തുന്ന സമയത്താണ് അതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് എനിക്ക് പകർത്താൻ പറ്റിയത്. നേരെ കൊടനാട് വ്യൂ പോയിൻറ്റിൽ പോയി ക്യാമറ ടൈം ലാപ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ നല്ല സൂര്യൻ ഉദിച്ചു വരുന്ന നല്ലൊരു നിമിഷം പകർത്താൻ പറ്റി. പിന്നെ കുറേ ചിത്രങ്ങളൊക്കെ പകർത്തി. തിരിച്ചു വരുന്ന വഴിക്ക് നല്ല ലാൻഡ്സ്കേപ്പുകളും നല്ല അനിമൽസിൻ്റെ നല്ല പോർട്രേറ്റുകളൊക്കെ പകർത്താൻ സാധിച്ചു. പിന്നെ ആവലാഞ്ചിയിലേക്ക് പോയി. ആവലാഞ്ചിയിൽ നിന്നും നല്ല ചിത്രങ്ങൾ പകർത്താൻ പറ്റി. ആ ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു വ്ളോഗർ, ഒരു വീഡിയോഗ്രാഫർ എന്നുള്ള നിലക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഫോണായിരിക്കും ഇത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ 8K 4K ഫുൾ HD തുടങ്ങിയിട്ടുള്ള മോഡുകളിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ തന്നെ 4Kയിൽ 30 FPS നമുക്ക് ലോഗിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പുറമെ നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 50 മെഗാപിക്സലാണ് ക്യാമറ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയും സെൽഫിയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫറിന്, ഒരു വ്ളോഗറിനൊക്കെ ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷനായിരിക്കും ഈ ഒരു ഫോൺ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഏകദേശം ഒരു മാസത്തോളമായി ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നത്. ഞാൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ഫോൺ കയ്യിൽ കരുതാറുണ്ട്. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഫോട്ടോസൊക്കെ പകർത്തുന്നുണ്ട്. ഞാനിത് കളക്ട് ചെയ്തിട്ടുള്ളത് മൈജിയിൽ നിന്നാണ്. നിങ്ങൾക്ക് മൈജിയിൽ പോയാൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനും ഇനി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനും സാധിക്കും കേട്ടോ.